ഹായ്. അപ്പം ഞാൻ ജോലിക്ക് പോകാനായിട്ട് റെഡി ആവുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതിന് ആൻസർ പറഞ്ഞിട്ട് പോകാമെന്ന്. കുറേ നാളുകളായിട്ട് എൻ്റെ ഇൻബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇങ്ങനെ കാനഡയിലെ മൈഗ്രേഷനും ഏത് ഏജൻസിയിലാണ് പോയി ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻബോക്സിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു മെസ്സേജസ്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഉപകാരപ്പെടുമായിരിക്കും എന്ന് ഞാൻ ഓർത്ത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം വന്നത്. ഇത് കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെച്ചിട്ടുണ്ട്. പുറകാലെ ഇങ്ങനെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം, ഒരുപാട് വെറുപ്പിക്കാതെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ ഏത് ഏജൻസിയാണ് നല്ലത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏത് ഏജൻസിയാണ് നല്ലതെന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എനിക്കൊരു പേര് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഏത് ഏജൻസിയിലാണ് നിങ്ങൾ പോയി അത് ബാക്കി പ്രോസസ്സിങ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിപ്പോൾ 7-8 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെയാണ്. അപ്പം ഇന്ന ഏജൻസി നല്ലതാണ്, ഇന്ന ഏജൻസി മോശമാണ് എന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂസ് നോക്കാറുണ്ട്. ഓരോ ഏജൻസീസിൻ്റെയും റിവ്യൂസ് നോക്കാറുണ്ട്. റിവ്യൂസ് നോക്കിയിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഏജൻസിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് ഞാൻ പറയുവാണ്, ഏജൻസിക്കാരെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഏജൻസിയിൽ നിന്ന്, നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ഏജൻസിയിൽ നിന്നും പിന്നെ ദുബായിലുള്ള കുറച്ച് ഏജൻസിയിൽ നിന്നും എനിക്ക് കൊളാബറേഷൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏജൻസി റിലേറ്റഡ്, ഇമിഗ്രേഷൻ റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനത് ചെയ്യാൻ ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഒരു ഹയറിങ് ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോഴത്തേത് അറ്റ് പ്രസൻറ്റ് കുറച്ച് പാടാണ്. അത് ഞാനിവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഏജൻസി നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പം ഏജൻസിക്കാർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന അത് കണ്ടിട്ട് ഒരാൾ അവിടോട്ട് വരുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. ഒരാളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ടൈപ്പ് കൊളാബറേഷൻസ് ചെയ്യാത്തത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല കേട്ടോ, അങ്ങനെയൊന്നും തോന്നരുത്. അപ്പം അതാണ് എനിക്ക് ഏജൻസിയെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങൾ തന്നെ ഫ്രണ്ട്സ് വഴിയോ അഡ്വർടൈസ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ റിവ്യൂ വഴിയോ നിങ്ങളൊരു ഏജൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏജൻസി നമുക്ക് മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റും. അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യാമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാനഡയിൽ പോയിട്ട് എത്ര ഇയേഴ്സായി ചേച്ചി? പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഒരുപാട് പേര് പ്രോസസ്സിങ്ങിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാനഡയിൽ 2019 വന്നത്. പക്ഷേ എനിക്ക് പ്രോസസ്സിങ്ങിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ദയവേത് ആ വീഡിയോ ഒന്ന് കാണണം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് കാനഡ പ്രോസസ്സിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, കന്യാകുമാരിയിൽ നിന്ന് BSc നേഴ്സിംഗ് പഠിച്ചിട്ട് ഒരു കുട്ടി എന്നോട് ചോദിച്ചേക്കാണ്, ഇപ്പോൾ എൻക്ലക്സിന് ജോയിൻ പண்றேன், എൻക്ലക്സ് പഠിക്ക ടിപ്പ് സൊല്ലുങ്ങളെ. എനിക്ക് അറിയില്ല അതിനെ എങ്ങനെയാണ് പറയേണ്ടത്. അതിന് ടിപ്സ് ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരാനില്ല. നമ്മൾ എൻക്ലക്സ് ആറാന് വേണ്ടിയിട്ട് ഞാൻ എൻക്ലക്സ് പഠിച്ചപ്പോഴത്തേക്ക് ആർച്ചർ റിവ്യൂ പിന്നെ എന്താ പറയുക യു വേൾഡും കംപ്ലീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 3 മാസത്തെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സ് പോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മെഡ്ലൈൻ അക്കാഡമിയിലാണ് ഞാൻ എടുത്തത്, നമ്മുടെ തിരുവല്ലയിലുള്ള നമ്മുടെ ഐൻസ്റ്റീൻ സാറിൻ്റെയും മാമിൻ്റെയും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇതൊരു കൊളാബറേഷൻ ഒന്നും അല്ല കേട്ടോ, ഞാൻ ചെയ്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സാറും മാമും അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാനത് റിഫ്രഷ് ചെയ്തിട്ട് ആണ് ഞാൻ എക്സാം എഴുതിയത്. പിന്നെ പ്രത്യേകിച്ച് വേറെ അങ്ങനെ ടിപ്സ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പിന്നെ എന്തെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐ എം പ്ലാനിങ് ടു മൂവ് കാനഡ, ഐ എം എ നേഴ്സ്, ഈസ് ഇറ്റ് എ ഗുഡ് പ്ലേസ് ടു സെറ്റിൽ? Now I am preparing NCLEX. Other than NCLEX, any other option? ഇത് എനിക്ക് ഒത്തിരി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
എൻഗ്ലക്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. ദയവ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും കേൾക്കരുത്. എൻഗ്ലക്സ് RN ഇല്ലാണ്ട് ഇവിടെ RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ IELTS ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഇവിടെ ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഇതൊക്കെ വേണം ഇവിടെ RN ആവണമെങ്കിൽ. അത് RN പാസ്സായാലേ, എൻഗ്ലക്സ് RN പാസ്സായാലേ ഇവിടെ RN ആവാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈസ് ഇറ്റ് എ ഗുഡ് പ്ലേസ് ടു സെറ്റിൽ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണല്ലേ ഓരോ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അമേരിക്കയ്ക്ക് പോകണമെന്നായിരുന്നു. കുഞ്ഞിലേ തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആലോചിച്ചു, അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ കാനഡ, എന്നാൽ കാനഡയ്ക്ക് പോകാം. അതുവഴി അമേരിക്കയിലോട്ട് പോകാമെന്ന് ഞാൻ ഓർത്തു. അപ്പം അതുപോലെ ഓരോരുത്തർക്ക് ഓരോ പ്ലാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അന്ന് എനിക്ക് വിൻ്ററിനെയും സമ്മറിനെയും പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. എങ്ങനെയും അമേരിക്കയ്ക്ക് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പം ഈസിയാണ് എനിക്ക് പോകാൻ. ഞാൻ ഇതുവരെ പോയില്ല, പോകണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഡ്രീം കൺട്രിയാണ്, അവിടെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. വർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് എനിക്കിഷ്ടം, ഞാനെങ്ങും പോകുന്നില്ല. പക്ഷേ വിസിറ്റ് ചെയ്യണം വൺസ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലേ തൊട്ടേ. ഓരോരുത്തരുടെ ഓരോരോ ലക്ഷ്യങ്ങളല്ലേ, ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വിൻ്ററുണ്ട്, അത് കഴിഞ്ഞ് സമ്മറുണ്ട്, അങ്ങനെ കാലാവസ്ഥകൾ വ്യത്യാസമുണ്ട്. ആ രീതിയിൽ ചിലർക്ക് തണുപ്പ് പിടിക്കത്തില്ല, ചിലർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് ചോദിച്ചാൽ അല്ല. അത് നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പൈസ, ചിലവ്, ടാക്സ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ആ രീതി നോക്കുവാണെങ്കിലും നമുക്ക് ഡിപ്പെൻസ് അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ലൈഫുണ്ട് ഇവിടെ. എല്ലാം കൊണ്ടും പിള്ളേരുടെ എഡ്യൂക്കേഷൻ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ തന്നെ ഇപ്പം നമ്മൾ പൊതുവേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അവരുടെയൊക്കെ ഇപ്പം തന്നെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റയിലുണ്ട്, ഒരുമാതിരി എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതെല്ലാം കണ്ടിട്ടല്ലേ. അപ്പം നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സ്ഥലം. എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സെറ്റിലായത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, RN ജോബ് വേക്കൻസി ഉണ്ടോ? ജോബ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? അതും വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അറ്റ് പ്രസൻറ്റ് നമുക്കിവിടെ ഭയങ്കരമായിട്ട് താഴോട്ടാണ് ഹയറിങ്, ഏത് പ്രൊവിൻസ് എടുത്താലും. ഞാൻ ഇപ്പോൾ ആൽബർട്ടയിൽ, ഞാൻ പറഞ്ഞ പോലെ എഡ്മണ്ടണിലാണുള്ളത്. ഇവിടെ ആണെങ്കിലും നമുക്ക് ഹയറിംഗ് റേറ്റ് നന്നായിട്ട് കുറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പേര് RN പാസ്സായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് കാനഡയ്ക്കകത്ത് തന്നെ. പിന്നെ ഇവിടോട്ടാണ് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്, അത് നേഴ്സാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് വരാൻ താല്പര്യമുള്ളത് എങ്കിൽ ആൽബർട്ടയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ നേഴ്സസിനെ ഹയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കോൾ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ബാക്കി അവർ തന്നെ ഇമെയിലിൽ കൂടെ ഗൈഡ് ചെയ്തോളൂ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം അതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം ഉള്ളത് ഇൻ്റർനാഷണൽ നേഴ്സസിന്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ BSc എന്നോ GNM എന്നോ ഒന്നും ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അത് AHSൻ്റെ ആൽബർട്ട ഹെൽത്ത് സർവീസിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഇൻ്റർനാഷണൽ നേഴ്സസിനെ ഹയർ ചെയ്യുന്നത്. അപ്പം അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ പിന്നെ ആണെങ്കിൽ മുന്നോട്ട് അത് ഗൈഡ് ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. പണ്ട് പെട്ടെന്ന് കോൾ വരുമായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹയറിംഗ് റേറ്റ് കുറച്ച് കുറവാണിപ്പം, അതുകൊണ്ടാണ് ആ ഒരു കുറവ് വന്നത്. അപ്പം ഇതാണ് ഞാൻ 4-5 ക്വസ്റ്റ്യന് ആൻസർ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, എനിക്കറിയാവുന്ന പോലെ ഞാൻ മറുപടി പറയാം. ഇപ്പം ഈ 5 ക്വസ്റ്റ്യനും കൊണ്ട് ഞാനിവിടെ നിർത്തുവാണ്. അപ്പം നമുക്കിതേപോലെ ഇനിയും ക്വസ്റ്റ്യനുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ.